ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 17-ാം അധ്യായം. മൈത്രേയ ഉവാച. നിശമ്യാത്മഭുവാഗീതം കാരണം ശങ്കയോജിതാഃ തതഃ സർവേന വർത്തന്ത ത്രിദിവായ ദിവൗകസഃ. ഈ അദ്ധ്യായത്തിൽ അസുരന്മാരുടെ ജന്മവും ഹിരണ്യാക്ഷൻ്റെ പ്രഭാവവും വർണ്ണിക്കുന്നു. മൈത്രേയ മഹർഷി പറഞ്ഞു, ആത്മാവായ ശ്രീനാരായണനിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മദേവൻ ദിതിഗർഭഗതമായ വീര്യത്തിൻ്റെ പ്രഭാവാധിക്യത്തിനുണ്ടായ കാരണം പറഞ്ഞതിനെ കേട്ടപ്പോൾ ശങ്ക തീർന്നവരായിട്ട് ദേവന്മാർ ബ്രഹ്മലോകത്തിൽ നിന്ന് സ്വർഗലോകത്തേക്ക് മടങ്ങി. സദാചാരയുക്തയായ ദിതി, നിന്റെ പുത്രന്മാർ ലോകോപദ്രവകാരികളായി വരുമെന്ന് ഭർത്താവ് കൽപ്പിച്ചത് നിമിത്തമുണ്ടായ ശങ്കയാൽ ഗർഭത്തിൽ തന്നെ ധരിച്ചുകൊണ്ടിരുന്ന 2 പുത്രന്മാരെ 100 വർഷം തികഞ്ഞ സമയം ഒന്നായിട്ട് പ്രസവിച്ചു. ആ 2 പുത്രന്മാരുടെ ജനനസമയത്തിൽ ലോകത്തിന് മഹാഭയത്തെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങൾ ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും കാണപ്പെട്ടു. ഓരോ ഭൂഭാഗങ്ങൾ അവയിലുള്ള പർവ്വതങ്ങളോടുകൂടെ ഇളകി. ദിക്കുകൾ മുഴുവൻ തീക്കത്തുന്ന മാതിരി പ്രഭകൾ കാണപ്പെട്ടു. ഇടിത്തീ വീണു. ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വാൽനക്ഷത്രങ്ങളുടെ ഉദയമുണ്ടായി. കൊടുങ്കാറ്റുണ്ടായി. അത് ദേഹത്തിൽ തട്ടുമ്പോൾ അസഹ്യമായിരുന്നു. ഫൂൽക്കാര ശബ്ദങ്ങളെ പുറപ്പെടുവിച്ചും കൊണ്ട് വമ്പിച്ച മരങ്ങളെ വേരോടെ പുഴക്കി വീഴ്ത്തിക്കൊണ്ടും ചുഴലിക്കാറ്റാകുന്ന സൈന്യത്തോടും ധൂളിയാകുന്ന കൊടിക്കൂറയോടും കൂടെ വീശിക്കൊണ്ടിരുന്നു. അടിക്കടി മിന്നലോടുകൂടി മേഘസമൂഹം ആകാശത്തിൽ വ്യാപിച്ചതുകൊണ്ട് നക്ഷത്രപ്രകാശം ലേശവും ഇല്ലാതെയായി. അതിനാൽ എങ്ങും ഇരുട്ട് നിറഞ്ഞു. യാതൊന്നും കാണുവാൻ പാടില്ലാതെയായി. സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ ഉച്ചത്തിൽ പൊങ്ങി പുറപ്പെട്ടതുകൊണ്ട് അന്തർഭാഗത്തുള്ള മകരമത്സ്യാദി പ്രാണിവർഗങ്ങൾ പരിഭ്രമിച്ചു സഞ്ചരിച്ചതിനാൽ ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ഒരുവനെന്ന പോലെ നിലവിളിച്ചു. വാടിയ താമരപ്പൂക്കളോടുകൂടി തടാകങ്ങൾ, നദികൾ എന്നിവ കലങ്ങിമറിഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും പലപ്പോഴും രാഹു ഗ്രസിച്ചു. ആ 2 ഗ്രഹങ്ങൾക്കും ചുറ്റും പരിവേഷങ്ങൾ അടിക്കടി കാണപ്പെട്ടു. മേഘമില്ലാതെ തന്നെ ഇടിശബ്ദം കേൾക്കപ്പെട്ടു. പർവ്വതാദി ഗുഹകളിൽ നിന്നും തേരിൽ നിന്നും ഉണ്ടാകുന്നതുപോലെയുള്ള ശബ്ദങ്ങൾ ജനിച്ചു. ഗ്രാമങ്ങളുടെ മധ്യത്തിൽ കുറുനരികൾ വരികയും അവയുടെ മുഖത്തിൽ നിന്ന് ഭയങ്കരമായ തീപ്പൊരികൾ പറക്കുകയും കൂമൻ, കുറുക്കൻ മുതലായ പ്രാണികൾ അമംഗളസൂചകമായി ശബ്ദിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിൽ അലയുന്ന നായ്ക്കൾ അവിടെ നിന്ന് തലയുയർത്തിയും കൊണ്ട് പാട്ടുപാടുകയും കരയുകയും ചെയ്യുന്ന മട്ടിൽ പലവിധ സ്വരങ്ങളെ പുറപ്പെടുവിച്ചു. ഹേ വിതുര, കഴുതകളും അതികഠിനങ്ങളായ കുളമ്പുകൾ കൊണ്ട് ഭൂമിയിലടിച്ച് അവയുടെ ജാതി സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഖാർക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങുമിങ്ങും പാഞ്ഞു നടന്നു. കഴുതകൾ ശബ്ദിക്കുന്നത് കേട്ട് ഭയപ്പെട്ട പക്ഷികൾ ശബ്ദിച്ചും കൊണ്ട് കൂട്ടിൽ നിന്നും മേൽപോട്ട് പറന്നു. ഗോശാലകളിലും കാടുകളിലുമുള്ള പശുക്കൾ ഭയപ്പെട്ട് മലമൂത്രങ്ങളെ വിസർജിച്ചു. പശുക്കൾ ഭയനിമിത്തം ഉള്ളു കലങ്ങിമറിഞ്ഞ് രക്തം കറുക്കുന്നവയായിരുന്നു. മേഘങ്ങളിൽ നിന്ന് അമേദ്യങ്ങൾ ഭൂമിയിൽ വീണു. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു വരുന്ന ദേവബിംബങ്ങളുടെ നേത്രസ്ഥാനങ്ങളിൽ നിന്ന് കണ്ണീരൊഴുകി. കാറ്റില്ലാതെ തന്നെ വൃക്ഷങ്ങൾ വീണു തുടങ്ങി. ബുധൻ, വ്യാഴം മുതലായ ശുഭഗ്രഹങ്ങളെയും ശുഭനക്ഷത്രങ്ങളെയും ശനി, ചൊവ്വ മുതലായ ക്രൂരഗ്രഹങ്ങളും അതിപ്രഭയുള്ള ക്രൂര നക്ഷത്രങ്ങളും വക്രഗതി കൊണ്ട് അതിക്രമിക്കുകയും അന്യോന്യം യുദ്ധം ചെയ്യുകയുമുണ്ടായി. മേൽ പറഞ്ഞവയെയും അന്യങ്ങളായ മറ്റു പലവിധ ദോഷങ്ങളെയും കണ്ടപ്പോൾ അതിനുള്ള കാരണം ശരിയായിട്ടറിഞ്ഞിട്ടില്ലാതിരുന്ന ജനങ്ങൾ ലോകനാശം അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു. ബ്രഹ്മപുത്രന്മാരായ സനകാദി മുനിമാരാകട്ടെ അവരുടെ ശാപനിമിത്തം ജനിക്കുന്ന അസുരന്മാരുടെ ഘോരഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങളാണെന്ന് അറിഞ്ഞവരായിരിക്കുന്നതിനാൽ അവർക്ക് സംഭ്രമമുണ്ടായില്ല. അപ്രകാരം ഭൂമിയിൽ ജനിച്ച ആദി ദൈത്യന്മാരായ ആ 2 പേർ അവർക്ക് പൂർവ്വസിദ്ധമായിരിക്കുന്ന പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കല്ലുപോലെ സാരമേറിയ ശരീരത്തോടുകൂടെ 2 ശ്രേഷ്ഠ പർവ്വതങ്ങളെന്ന പോലെ വളർന്നു. ഇവരുടെ ശിരസ്സിൽ ധരിച്ചിരുന്ന സ്വർണ്ണ കിരീടാഗ്രഭാഗങ്ങൾ ആകാശത്തിൽ സ്പർശിച്ചിരുന്നു. ദിഗ്വിഭാഗങ്ങളെ തടയുന്ന വിധത്തിൽ അവരുടെ ശരീരം തടിയുള്ളതായിരുന്നു. കൈകളിൽ ധരിച്ചിരുന്ന വളകൾ അതീവ ശോഭയുള്ളവ. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി ചലിച്ചു. ശോഭനമായ അരഞ്ഞാൺ ധരിച്ചിട്ടുള്ള അരക്കെട്ടിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ
സൂര്യമണ്ഡല പര്യന്തം വ്യാപിച്ചിരുന്നതിനാൽ പ്രകാശം കൊണ്ടും ഉയരം കൊണ്ടും ഈ 2 അസുരന്മാർ സൂര്യനെയും അതിക്രമിച്ചവരായിട്ട് വളർന്നു. കശ്യപ പ്രജാപതി പുത്രന്മാരായ ആ 2 പേർക്കും പേർ നിശ്ചയിച്ചു. ആ 2 പേരിൽ സ്വദേഹത്തിൽ നിന്നും ആദ്യം പുറപ്പെട്ടതായ വീര്യത്തിൽ നിന്ന് ജനിച്ചവനും ഒടുവിൽ പിറന്നവനുമായ ജ്യേഷ്ഠന് ഹിരണ്യകശിപുവെന്നും ദിതി ആദ്യം പ്രസവിച്ച പുത്രന് അനുജന് ഹിരണ്യാക്ഷനെന്നും നാമധേയം കൽപ്പിച്ചു. ഹിരണ്യകശിപു തൻ്റെ കയ്യൂക്കു നിമിത്തം ആരെയും കൂട്ടാക്കാത്തവനും ബ്രഹ്മാവ് നൽകിയ വരബലം നിമിത്തം മറ്റൊരുവനിൽ നിന്നും മരണഭീതി ഇല്ലാത്തവനുമായിരുന്നതിനാൽ ലോകപാലന്മാരെയും 3 ലോകങ്ങളെയും അവൻ്റെ ആജ്ഞയ്ക്ക് കീഴടക്കി വച്ചു. ഹിരണ്യകശിപുവിൻ്റെ പ്രിയത്തിന് പാത്രീഭൂതനും അവൻ്റെ ഇഷ്ടമനുസരിച്ചു തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന അനുജനുമായ ഹിരണ്യാക്ഷൻ യുദ്ധേച്ഛയുള്ളവനായതിനാൽ യുദ്ധം എവിടെ പോയാൽ സിദ്ധിക്കും, ഏതു ലോകത്തിൽ പോയാൽ തനിക്ക് എതിരാളിയെ ലഭിക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടെ സ്വർഗലോകത്തിൽ പ്രവേശിച്ചു. കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തെ ചലിപ്പിച്ചും ശബ്ദിപ്പിച്ചും അസഹ്യമായ ബലത്തെ പ്രകാശിപ്പിച്ചും വൈജയന്തി എന്നു പേരുള്ള മാലയെ ധരിച്ചും മഹാഗതയെ തോളിൽ വെച്ചും മനഃശക്തി, പരാക്രമബലം, വരബലം ഇവയാൽ ഗർവിച്ചും ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്തതായ സ്വതന്ത്രതയെ ഉപയോഗിച്ചും ഏതിൽ നിന്നും ഭയമില്ലാത്തതായ ഭാവത്തെ പ്രദർശിപ്പിച്ചും കൊണ്ടുവരുന്ന അവനെ കണ്ടിട്ട് ഭയപ്പെട്ട് ദേവന്മാർ ഗരുഡനെ കണ്ട് ഭയപ്പെട്ട സർപ്പങ്ങളെപ്പോലെ നേരിട്ട് വരാതെ ഓരോ ദിക്കിൽ ചെന്നൊളിച്ചിരുന്നു. ആ അസുരാധിപൻ ഇന്ദ്രസഹിതന്മാരായ സകല ദേവഗണങ്ങളും തൻ്റെ പ്രഭാവത്തെ ഭയപ്പെട്ട് യുദ്ധം കൂടാതെ തന്നെ ഓടി ഒളിച്ചതിനാൽ ബലഹീനന്മാരാണെന്ന് നിശ്ചയിച്ച് ഉച്ചത്തിൽ അട്ടഹാസം ചെയ്തു. സ്വർഗത്തിൽ നിന്ന് മടങ്ങിയ ഹിരണ്യാക്ഷൻ വിനോദിച്ച് നടക്കുമ്പോൾ അലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാശബ്ദത്തോടു കൂടിയതും ആഴമേറിയതുമായ സമുദ്രത്തെ മതിച്ച ആനയെന്ന പോലെ ലീലയ്ക്കായി പ്രവേശിച്ചു. ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ്റെ തേജസ്സിനാൽ ധിക്കരിക്കപ്പെട്ടും ഭയപ്പെട്ടും ധൈര്യമില്ലാതെയുമായി ഭവിച്ച വരുണ സൈന്യങ്ങളായ ജലജന്തുക്കൾ വളരെ ദൂരെ ഓടി. ഹിരണ്യാക്ഷൻ ആ ജന്തുക്കളെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിട്ടല്ല അവ ഓടിപ്പോയത്. കണ്ട മാത്രയിലുണ്ടായ ഭയമാണ് ഓടുവാനുണ്ടായ കാരണം. സമുദ്രത്തിൽ പ്രവേശിച്ച ഹിരണ്യാക്ഷൻ അനേകം സംവത്സരങ്ങൾ കഴിയുന്നതുവരെ സമുദ്രജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ശ്വാസവായുക്കളുടെ ശക്തിയാൽ ഏറ്റവും ഉച്ചത്തിൽ പൊങ്ങിവരുന്ന അലകളെ കയ്യിലുള്ള ഇരുമ്പുഗദ കൊണ്ട് അടിച്ച് വീണ്ടും വീണ്ടും തകർക്കുകയും അങ്ങനെ കളിച്ചുകൊണ്ട് വരുണൻ്റെ രാജധാനിയായ വിഭാവരിയെ പ്രവേശിക്കുകയും ചെയ്തു. വിഭാവരി എന്നു പേരായ ആ രാജധാനിയിൽ ജലജന്തുക്കളുടെ സ്വാമിയും അസുരലോക പാലകനുമായ വരുണൻ ഇരിക്കുന്നത് കണ്ട ഉടനെ ഹിരണ്യാക്ഷൻ പുഞ്ചിരി ചെയ്തുകൊണ്ട് സമീപത്തു ചെന്നു. വഞ്ചിപ്പാൻ വേണ്ടി നിസ്സാരനായ ഒരുവനെന്ന ഭാവത്തിൽ നമസ്കാരം ചെയ്തു. ഹേ പ്രഭോ, എന്നോട് യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങണം എന്നു പറഞ്ഞു. യുദ്ധത്തിനായി വിളിച്ചിട്ടും അതിനൊരുങ്ങാതെയിരിക്കുന്ന വരുണനെ പരിഹസിച്ചും കൊണ്ട് ഹിരണ്യാക്ഷൻ പറയുന്നു, ഹേ പ്രഭോ, അങ്ങ് ലോകപാലന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും ദുരഹങ്കാരത്താൽ വീരന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുടെ വീര്യത്തെ നശിപ്പിക്കുന്നവനും മഹാകീർത്തിശാലിയുമല്ലേ? പണ്ട് സകല ദൈത്യന്മാരെയും ദാനവന്മാരെയും ജയിച്ച ശേഷം രാജസൂയം എന്ന യാഗത്തിൽ ഈശ്വരനെ ആരാധിച്ചുവല്ലോ. അധികരിച്ച അഹങ്കാരത്തോടുകൂടിയ ശത്രുവിനാൽ ഇപ്രകാരം പരിഹസിക്കപ്പെട്ട ഭഗവാനായ ആ വരുണൻ തൽക്ഷണം ഉള്ളിലുണ്ടായ കോപത്തെ പ്രകാശിപ്പിച്ചില്ല. ആലോചനാശക്തിയെ ഉപയോഗിച്ച് ശമിപ്പിച്ചു. പിന്നെ ശത്രുവിനോട് സാവധാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹേ പൂജ്യ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ ഇപ്പോൾ ഞാൻ യുദ്ധാദി കൗതുകത്തിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാകുന്നു. ഹേ അസുരാധിപ, യുദ്ധത്തിന് അതിസമർത്ഥനായ നിന്നെ സന്തോഷിപ്പിക്കുവാൻ തക്കവിധം യുദ്ധമാർഗം അറിയുന്നവൻ സാക്ഷാൽ പരമപുരുഷൻ ഒരുവനെ അല്ലാതെ മറ്റന്യനെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അവൻ്റെ സമീപത്ത് ചെന്നുകൊള്ളുക. എന്നാൽ അദ്ദേഹം നിസ്സാരനാണെന്ന് നിനയ്ക്കണ്ട. നിന്നെപ്പോലെ വീരന്മാരായ പലരും അദ്ദേഹത്തിനോട് യുദ്ധത്തിലേർപ്പെട്ട് തോറ്റ ശേഷം പരാക്രമത്തെക്കുറിച്ച് സ്തുതിച്ചിട്ടുണ്ട്. തം വീരമാരാദഭിവദ്യ വിസ്മയഃ ശയിഷ്യസേ വീരശയേഷോഭിർവൃതഃ യസ്ത്വദ്വിധാനാമസദാം പ്രശാന്തയേ രൂപാണി ദത്തേ സദനുഗ്രഹേച്ഛയാ. അടുത്ത അവസരത്തിൽ വീരനായ അദ്ദേഹത്തെ നീ പ്രാപിക്കണം. ഇപ്പോഴുള്ളതായി കാണപ്പെടുന്ന നിന്റെ ഗർവം അപ്പോൾ തീരെ നശിക്കും. വീരന്മാർ മരിച്ചു കിടക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമായ യുദ്ധാങ്കണത്തിൽ ശ്വാക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് നീ ശയിക്കും. നിന്നെപ്പോലെയുള്ള ദുർജനങ്ങളെ അമർത്തുവാനും
സജ്ജനങ്ങളെ അനുഗ്രഹിപ്പാനും ഉപകരിക്കുന്ന ഓരോ രൂപങ്ങളെ ആ ഭഗവാൻ സ്വീകരിക്കാറുണ്ട്. അതിൽ ഒരു സ്വരൂപത്തെ നീ കാലവിളംബം കൂടാതെ കാണും. 17-ാം അധ്യായം സമാപിച്ചു. 18-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.